നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ പുതുതായി 1144 പേർക്ക് കൂടി വ്യാഴാഴ്ച പട്ടയ വിതരണം ചെയ്യും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് മടിക്കൈ 3 റോഡ് പ്രദേശവാസികൾ ആശ്വാസത്തിൽ. വീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് വനത്തിൽ വിട്ടു. തൃക്കരിപ്പൂർ ആയിറ്റി തീരദേശ പാതയിൽ സ്കൂട്ടർ വൈദ്യുത തൂണിലിടിച്ച് അപകടം. നിർമ്മാണ തൊഴിൽ മേസ്ത്രി മരിച്ചു. പത്മശ്രീ സത്യനാരായണ ബളേരിയെ ജില്ലാ ഭരണകൂടം ആദരിച്ചു. സത്യനാരായണ ബളേരി സംരക്ഷിക്കുന്ന വിത്തുകൾ ഭക്ഷ്യോൽപാദനത്തിന് മുതൽക്കൂട്ടാണെന്ന് കളക്ടർ കെ ഇമ്പശേഖർ. പെരുമ്പളക്കടവ് പാലത്തിലെ 14 സ്ട്രീറ്റ് ലൈറ്റുകൾ മെയ് തുറന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തുമിനാട് ജംഗ്ഷനിലെ നടപ്പാല നിർമ്മാണം. കരാറുകാരായ ULCC കമ്പനി അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ പുതുതായി 1144 പേർക്ക് കൂടി പട്ടയ വിതരണം ചെയ്യും. വ്യാഴാഴ്ച വൈകിട്ട് 3 മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അന്നേ ദിവസം പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 868 ലാൻഡ് ട്രിബ്യൂണൽ, 66 ലാൻഡ് ട്രിബ്യൂണൽ ദേവസ്വം, 1964 റൂൾ പ്രകാരം 148 ALA, 1995 റൂൾ പ്രകാരം 9, 31 വനഭൂമി, 3 ലാൻഡ് ബാങ്ക്, 19 മിച്ചഭൂമി ഉൾപ്പെടെയുള്ള പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്യുന്നത്. ഇതോടെ ജില്ലയിൽ 3815 പട്ടയങ്ങളുടെ വിതരണം പൂർത്തിയാകും. ജില്ലയിൽ ആകെ അതിദരിദ്രരുടെ പട്ടികയിൽ പട്ടയം ലഭിക്കാത്ത 252 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നും അതിൽ 117 പേർ ഭൂരഹിതരാണെന്നും അവരിൽ 77 പേർക്ക് ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള 43 പട്ടയങ്ങൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായും കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു. ജില്ലയിലെ പതിവിനുള്ള അപേക്ഷകളിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. റീസർവേ നടപടികൾ പൂർത്തിയാകാത്ത വില്ലേജുകളിൽ നടപടികൾ പൂർത്തിയാക്കി ഡിജിറ്റൽ റീസർവേയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികളായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. 22-ാം തീയതി വൈകിട്ട് 3 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വച്ചിട്ട് നമ്മുടെ പട്ടയമേള പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയും കാസർഗോഡിൽ ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ പട്ടയം വിതരണം ചെയ്യുകയും ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ 1144 പേർക്കാണ് പട്ടയം വിതരണം ചെയ്യാൻ നമ്മൾ പട്ടയങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇതുവരയ്ക്കും 22/2/2022 മുതൽ ഈ പട്ടയമേള വരയ്ക്കും 3815 പട്ടയങ്ങളാണ് നമുക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 4 താലൂക്കുകളായി 11,953 അപേക്ഷകളാണ് നാളിതുവരെ പട്ടയത്തിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത്. അതിൽ 6,018 അപേക്ഷകൾ തീർപ്പാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് 5,935 അപേക്ഷകളാണ് നടപടി സ്വീകരിച്ചു പറഞ്ഞത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 206 ഭൂരഹിതരെ കണ്ടെത്തിയിട്ടുള്ളതും അതിൽ 67 പേർക്ക് പുനരധിവാസ പദ്ധതി പ്രകാരം പട്ടയം നൽകിയിട്ടുണ്ടെന്നും ശേഷിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനായി ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം 21 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ആയിറ്റി തീരദേശ പാതയിൽ സ്കൂട്ടർ വൈദ്യുത തൂണിലിടിച്ച് നിർമ്മാണ തൊഴിൽ മേസ്ത്രി മരിച്ചു. പേക്കടം മണിയനൊടിയിലെ TV വിജയനാണ് ദാരുണാന്ത്യമുണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂട്ടർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ നിർമ്മാണ തൊഴിൽ മേസ്ത്രി വിജയന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച ഇദ്ദേഹം ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിയോടെ വെള്ളാപ്പ് തീരദേശ റോഡിൽ ആയിറ്റി ജുമാ മസ്ജിദിന് സമീപം വിജയൻ സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ വിജയനെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് വിജയൻ മരിച്ചത്. ചന്ദേര പോലീസ് പരിയാരത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് പേക്കടം മണിയനൊടി AB മാസ്റ്റർ സ്മാരകത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. വൈകുന്നേരത്തോടെ വെള്ളാപ്പിലെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു.
തൃക്കരിപ്പൂർ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരി സുശീലയാണ് ഭാര്യ. വിദ്യ, ദിവ്യ, ധന്യ എന്നിവർ മക്കളാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് മടിക്കൈ 3 റോഡിൽ പരിഭ്രാന്തി പടർത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ച് വനത്തിൽ വിട്ടു. കിണറ്റിൽ വീണ കാട്ടുപോത്തിനെ കരകയറ്റിയെങ്കിലും നാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് ഭീതി പരത്തുകയായിരുന്നു. കാട് കയറാതിരുന്നതിനെ തുടർന്നാണ് ഒടുവിൽ പോത്തിനെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. മടിക്കൈ 3 റോഡ് ജംഗ്ഷനിലെയും സമീപത്തെയും ജനവാസ കേന്ദ്രങ്ങളിൽ 2 ദിവസം ഭീതി പരത്തിയ കാട്ടുപോത്തിനെ ഒടുവിൽ മയക്കുവെടിവെച്ച് കീഴ്പ്പെടുത്തി വനത്തിൽ വിട്ടു. ഉച്ചയ്ക്ക് 2:30ഓടെയാണ് പോത്തിനെ വാഹനത്തിൽ ബന്തെടുക്ക പള്ളഞ്ചിയിലെ അടൂർ റിസർവ് വനത്തിൽ വിട്ടത്. തൃശൂരിൽ നിന്ന് വനം വകുപ്പിന്റെ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ 5-അംഗ സംഘം എത്തിയതോടെയാണ് മയക്കുവെടിവെക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. മടിക്കൈ എരിക്കുളം അയ്യപ്പ ഭജന മഠത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിലായിരുന്നു കാട്ടുപോത്തുണ്ടായിരുന്നത്. ഇവിടെ എത്തി സംഘാംഗമായ ഡോക്ടർ ഡേവിഡ് എബ്രഹാം മയക്കുവെടിവെച്ചെങ്കിലും പോത്ത് മയങ്ങിയില്ല. വിരണ്ടോടി അല്പം താഴെ ചെന്നു നിന്ന പോത്തിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും വലയം ചെയ്തു നിന്നു. തുടർന്ന് 2ാമത്തെ ഡോസ് മയക്കുവെടി വെച്ചതോടെ കാട്ടുപോത്ത് മയങ്ങി വീണു. ഉടൻ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി. പ്രത്യേക വാഹനത്തിൽ ഈർച്ചപ്പൊടി നിറച്ച് പതുപതുത്ത പ്രതലം ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളും ഒരുക്കി. വാഹനം വിട്ടതോടെയാണ് നാട്ടുകാർക്ക് ആശ്വാസമായത്. പള്ളഞ്ചിയിൽ എത്തിയതോടെ വനത്തിലിറക്കി മയക്കം പോകുന്നതിനുള്ള കുത്തിവയ്പ് നൽകി. മയക്കം വിട്ട കാട്ടുപോത്ത് ഓടിമറയുകയും ചെയ്തു. മടിക്കൈ 3 റോഡ് ജംഗ്ഷന് സമീപത്തെ പറമ്പിലെ കിണറ്റിൽ ഞായറാഴ്ച വൈകിട്ടാണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെയോടെ കിണറിന്റെ അരിക് JCB ഉപയോഗിച്ച് ഇടിച്ചു താഴ്ത്തി ഇതിനെ പുറത്തെത്തിച്ചു. കാട് കയറാതിരുന്നതിനെ തുടർന്നാണ് ഒടുവിൽ പോത്തിനെ മയക്കുവെടിവെച്ച് പിടികൂടി വനത്തിൽ വിട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാജ്യത്തിന്റെ നന്മകളും നേട്ടങ്ങളുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ ഉണ്ടായതാണെന്ന് BJP നേതാവും നടനുമായ സുരേഷ് ഗോപി. BJP ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിക്കായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിക്കായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ജനങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ രാജ്യത്തിന്റെ നന്മകളും നേട്ടങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ ഉണ്ടായതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. രാഷ്ട്രീയ തിമിരം ബാധിച്ചവരുടെ ഇടയിലേക്കാണ് വികസന സങ്കല്പയാത്ര എന്ന പാഠപുസ്തകം കൊണ്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉറപ്പിലാണ് 400 സീറ്റ് നേടുമെന്ന് BJP വിശ്വാസം ഉറപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയപാത വികസനം മോദി നടത്തുന്നതിനാൽ അത് ആരും ഉപയോഗിക്കാതിരിക്കില്ലെന്നും വികസന പ്രവർത്തനങ്ങൾ നാടിന് ഗുണം ചെയ്യുന്നുവെന്നതാണ് മോദി നൽകുന്ന ഗ്യാരണ്ടിയെന്നും കേരളത്തിലെ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി പറഞ്ഞു. മോദി ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഭാരത പൗരനും മാറി നിൽക്കില്ല. അതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് നന്മകൾ നൽകിയിരിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി പണം നൽകിയിട്ടുണ്ട്, എല്ലാവരുമല്ല. ഇവിടുത്തെ ടാക്സ് അടയ്ക്കുന്ന പൗരന്മാർ മുഴുവൻ, ഇൻകം ടാക്സ് അടയ്ക്കുന്ന പൗരന്മാർ മുഴുവൻ, GST അടയ്ക്കുന്ന പൗരന്മാർ എല്ലാവരും അതിനുവേണ്ടി സംഭാവന ചെയ്യുന്നുണ്ട്. ഇത് ഇതിനു മുമ്പുണ്ടായിരുന്നു, ചുങ്കപ്പിരിവുണ്ടായിരുന്നു. എന്താ കഴിഞ്ഞ 30 വർഷമെങ്കിലും ഇത് സംഭവിച്ചില്ല? കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾക്ക് 37 വർഷത്തിന്റെയും 39 വർഷത്തിന്റെയും കാലപ്പഴക്കമുണ്ടായിരുന്നു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KT പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി K ശ്രീകാന്ത്, ജില്ലാ പ്രസിഡന്റ് രവീശതന്ത്രി കുണ്ടാർ, ജനറൽ സെക്രട്ടറിമാരായ A വേലായുധൻ, വിജയ്കുമാർ റായ് ഉൾപ്പെടെ BJP നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന് പത്മശ്രീ തിളക്കമേകിയ സത്യനാരായണ ബെളേരി ജില്ലാ ഭരണകൂടം ആദരിച്ചു. തൊപ്പിയും ഷാളും അണിയിച്ച് ഫലകവും നൽകി കളക്ടർ K ഇമ്പശേഖർ അനുമോദിച്ചു. രാജ്യത്തിന്റെ ഭക്ഷ്യോത്പാദനത്തിന് മുതൽക്കൂട്ടാണ് സത്യനാരായണ ബെളേരി സംരക്ഷിക്കുന്ന വിത്തുകളെന്ന് കളക്ടർ പറഞ്ഞു. 650 നെൽവിത്തുകളുടെ സംരക്ഷണത്തിലൂടെ പത്മശ്രീ നേടിയ സത്യനാരായണ ബേളേരിയെ ആദരിച്ച് ജില്ലാ ഭരണകൂടം. ചടങ്ങിൽ സത്യനാരായണയെ തൊപ്പിയും ഷാളും അണിയിച്ച് ഫലകവും നൽകി കളക്ടർ K ഇമ്പശേഖർ അനുമോദിച്ചു. രാജ്യത്തിന്റെ ഭക്ഷ്യോൽപാദനത്തിന് മുതൽക്കൂട്ടാണ് സത്യനാരായണ ബേളേരി സംരക്ഷിക്കുന്ന വിത്തുകളെന്ന് കളക്ടർ പറഞ്ഞു. നിലവിൽ രാജ്യത്ത് മികച്ച ധാന്യശേഖരമുണ്ട്. വിത്തുകൾ സംരക്ഷിച്ചതിന്റെ കൂടി ഫലമാണിത്.
അവിടെയാണ് 650 നെൽവിത്തുകളെ സംരക്ഷിക്കുന്ന സത്യനാരായണ ബേളേരിയുടെ പ്രാധാന്യമെന്നും അദ്ദേഹം പറഞ്ഞു. അരി ഇല്ല, അതുകൊണ്ട് ഭക്ഷണം ഇല്ല എന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഇല്ല, എവിടെയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരാനുള്ള കാരണം ഇത്രയും ഒരു റിവോല്യൂഷൻ കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു പെർട്ടിക്കുലറായിട്ട് ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ സത്യനാരായണ ബേളേരി അവർ കാസർഗോഡിൽ ആദ്യമായിട്ട് നമുക്ക് ഒരു പത്മശ്രീയാണ് കിട്ടുന്നത്. അതേ കർഷകർ ഒരു കൃഷിയിലെ വിത്തിനെ സംരക്ഷിക്കുന്ന ഒരാൾ കിട്ടിയത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികളടങ്ങുന്ന ഭാവി തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ഗ്രേസ് മാർക്ക് നൽകണമെന്നും സത്യനാരായണ ബേളേരി പറഞ്ഞു. കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും കാർഷിക മേഖലയിലേക്ക് വരേണ്ടതുണ്ട്. പരമ്പരാഗതമായി നെൽകൃഷി ചെയ്യുന്ന കുടുംബാംഗമൊന്നും അല്ലെങ്കിലും നെൽവിത്തുകളുടെ സംരക്ഷണത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് 650-ലേറെ വ്യത്യസ്ത ഇനം നെൽവിത്തുകളെ സംരക്ഷിക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വിത്തിന്റെ കാവലാൾ സത്യനാരായണ ബേളേരിയുടെ ജീവിതം എന്ന പേരിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ടി വനജ, ഡോക്ടർ PV വൈജയന്തി, KV ശ്രുതി, P ബിനുമോൻ, മിനി P ജോൺ, M മധുസൂദനൻ, AP ദിൽന എന്നിവർ സംസാരിച്ചു. പെരുമ്പളക്കടവ് പാലത്തിലെ 14 സ്ട്രീറ്റ് ലൈറ്റുകൾ മിഴിതുറന്നു. 2 വർഷത്തോളമായി കാത്തിരുന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായതോടെ ആഹ്ലാദത്തിലാണ് പെരുമ്പള കടവത്ത് നിവാസികൾ. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ പെരുമ്പളക്കടവ് പാലത്തിലെ 14 സ്ട്രീറ്റ് ലൈറ്റുകൾ മിഴി തുറന്നു. 2 വർഷത്തോളമായി പെരുമ്പള കടവത്ത് നിവാസികൾ കാത്തിരുന്ന സ്വപ്ന പദ്ധതിയാണിത്. കാസർഗോഡ് നഗരസഭയുടെ വികസന ആസ്തി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെമ്മനാട് ഗ്രാമപഞ്ചായത്താണ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഈ നാടിന് ഒരു ആവശ്യമായി തന്നെയായിരുന്നു നമ്മുടെ ഈ പാലത്തിലുള്ള ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ പാലത്തിലുള്ള ലൈറ്റ് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്നിരിക്കുന്നത്. ഇത് കാസർഗോഡ് നഗരസഭയും അതുപോലെ തന്നെ ചെമ്മനാട് പഞ്ചായത്തും കൂടി സംയുക്തമായി നടത്തുന്ന ഒരു സംവിധാനമാണിത്. പക്ഷേ ഇത് ചെമ്മനാട് പഞ്ചായത്തും കാസർഗോഡ് നഗരസഭയും ചേർന്നിട്ടാണെങ്കിൽ പോലും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. കാലങ്ങളായി വർഷങ്ങളായി കാത്തിരുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സുഫൈജ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. വ്യവസായ പ്രമുഖൻ PB അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹനീഫ പാറ, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ NA മഹമ്മൂദ് ഹാജി, മുനിസിപ്പൽ കൗൺസിലർമാരായ സൈനുദ്ദീൻ തുരുത്തി, അസ്മ മുഹമ്മദ്, ഹമീദ് കുതിരിൽ, നാസർ കടവത്ത്, ഖലീൽ അബ്ബാസ്, ഹാരിഫ് ചേലിയോട്, നാസർ ചാലക്കുന്ന്, MB ബാലൻ, ബാലകൃഷ്ണൻ നമ്പ്യാർ, ഖാദർ കടവത്ത്, KH കുഞ്ഞാലി, റഫീഖ് കടവത്ത്, സബീൻ പാദൂർ, നവാസ് കടവത്ത്, രത്നാകരൻ ഉപ്പിരംകുളം, മിർഷാദ് കടവത്ത്, ഹക്കീം മാച്ചിപ്പുറം, മുഹമ്മദ് കുഞ്ഞി കുന്നരിയം എന്നിവർ സംബന്ധിച്ചു. പെരുമ്പളയിലെയും ചാല കടവത്തിലെയും പൗരപ്രമുഖരും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പാലം വെളിച്ചം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി പെരുമ്പള സ്വാഗതവും കൺവീനർ ബഷീർ കടവത്ത് നന്ദിയും പറഞ്ഞു. ആറുവരി ദേശീയപാതയിൽ തുമിനാട് ജംഗ്ഷനിൽ നടപ്പാലം നിർമ്മിക്കുന്നതിന് റോഡ് നിർമ്മാണ കരാറുകാരായ ULCC കമ്പനി അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് കരാർ കമ്പനി വക്താവ് അജിത്ത് അറിയിച്ചു. ഗതാഗത തിരക്കുള്ള പ്രദേശങ്ങളിൽ സാധാരണക്കാർക്ക് റോഡ് മുറിച്ച് കടക്കുവാൻ നടപ്പാലം നിർമ്മിക്കുവാൻ ഗ്രാമവാസികളുമായി കമ്പനി കരാറുണ്ടാക്കിയിരുന്നു. ഇത് പ്രകാരമാണ് തുമ്മിനാട് ജംഗ്ഷനിൽ നടപ്പാലം നിർമ്മിക്കുന്നതിന് റോഡ് നിർമ്മാണ കരാറുകാരായ ULCC കമ്പനി അധികൃതർ എത്തിയത്. സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. നടപ്പാലം നിർമ്മിക്കുന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീതിയോടെ റോഡ് മുറിച്ച് കടക്കേണ്ട അവസ്ഥയ്ക്ക് പരിഹാരമാകും. നടപ്പാലം നിർമ്മാണം കഴിഞ്ഞാൽ 6 വരി ദേശീയപാത കടക്കുന്ന റോഡുകൾ അടച്ചിടുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ യാത്രക്കാർക്ക് റോഡ് സുരക്ഷിതമായി മുറിച്ചു കടക്കുവാൻ തലശ്ശേരി മാഹി പാതയിൽ ഏർപ്പെടുത്തിയതുപോലെയുള്ള സംവിധാനം നടപ്പിലാക്കുവാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് കരാർ കമ്പനി വക്താവ് അജിത്ത് അറിയിച്ചു. ഇക്കാര്യം മേലുദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് അതിനുള്ള ശ്രമം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു.
ULCC കമ്പനി അധികൃതർ സ്ഥലത്തെത്തുന്ന വിവരമറിഞ്ഞ് രാഷ്ട്രീയ നേതാക്കളും വിവിധ സംഘടനാ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും എത്തിയിരുന്നു. അബ്ദുൽ റഹ്മാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ക്ഷേമാനിധി ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും 100 കോടി രൂപ സർക്കാരിലേക്ക് വകമാറ്റിയത് ഉടൻ പുനഃപരിശോധിക്കുക, ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക, കോടതികളിൽ നിന്നുമുണ്ടാകുന്ന തൊഴിലാളി ദ്രോഹ വിധികൾ മൂലം ചുമട്ടുതൊഴിലാളി മേഖലയെ സംരക്ഷിക്കുവാൻ സാധ്യമായ നിയമനിർമ്മാണം നടത്തുക, ചുമട്ടുതൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, ചുമട്ടുതൊഴിലാളി നിയമ ഭേദഗതി ഉടൻ നടപ്പിലാക്കുക, സബ് കമ്മിറ്റി ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, NFSA തൊഴിലാളികളുടെ വർദ്ധിപ്പിച്ച കൂലി കൊടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സംസ്ഥാന ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. നിരവധി തൊഴിലാളികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി തൊഴിലാളിയുടെ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇവരിപ്പോൾ 2ാം ടേമാണ് ഭരിക്കുന്നത്. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. പാവപ്പെട്ട തൊഴിലാളികൾ, അത് CPM-ൻ്റേതാണെങ്കിലും CITU-ൻ്റേതാണെങ്കിലും INTUC-യുടേതാണെങ്കിലും നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 10 വർഷം പൂർത്തിയാവുമ്പോഴേക്കും ഇപ്പോൾ 8 വർഷമാവുകയാണ്. ഈ 8 വർഷം കൊണ്ട് കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾക്ക് ഏതെങ്കിലും 10 രൂപയുടെ ആനുകൂല്യം ഇവരുടെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയില്ലെന്ന് മാത്രമല്ല, ചുമട്ടുതൊഴിലാളികളെ അപമാനിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ജില്ലാ പ്രസിഡന്റ് TV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KM ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ തോമസ് സെബാസ്റ്റ്യൻ, R വിജയകുമാർ, CG ടോണി, ഹരീന്ദ്രൻ ഇറക്കോടൻ, PJ ഷാജി, ഭാസ്കരൻ പറമ്പ, ഷെരീഫ് കൊടവഞ്ചി, ബാലു പൊയ്നാച്ചി, V ദാമോദരൻ, അനീസ് വെള്ളരിക്കൊണ്ട്, അനൂപ് മാലോം, മധു പരപ്പ, വേണു ബന്തെടുക്ക എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി 30ാം വാർഷികാഘോഷം സമാപിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ടായി ചെറുവത്തൂരിൻ്റെ സ്പന്ദനമായി മാറിയ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി 30ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന കായിക സാംസ്കാരിക പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. റെയിൽവേ മേൽപ്പാലത്തിന് സമീപമൊരുക്കിയ അക്ഷര നഗറിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ PK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രിയ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ഡോക്ടർ പ്രിയ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യാടക്കത്ത്, സഞ്ജീവൻ മടിവയൽ, MP ജയരാജ്, T ശശിധരൻ, K ജയറാം പ്രകാശ്, PV ബാലകൃഷ്ണൻ, A കരുണാകരൻ, K ജനീഷ് കുമാർ, KK രാജൻ, A രവീന്ദ്രൻ, TV ലത, P സുധ, PV വനജ എന്നിവർ സംസാരിച്ചു. ചലച്ചിത്ര ഗാനാലാപന മത്സരവും തുടർന്ന് LKG വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവരെ വരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അക്ഷര വനിതാവേദി അവതരിപ്പിച്ച ഉല്ലാസപ്പൂത്തിരികൾ നൃത്ത വിസ്മയവും അരങ്ങിലെത്തി. രാത്രി ONV കുറുപ്പിൻ്റെ അമ്മ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം കണ്ണങ്കൈ നാടകവേദി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽപ്പെടുന്ന പനങ്ങാട് പാടശേഖരത്തിൽ ഒരുമ കൃഷിക്കൂട്ടം 2 ഏക്കർ തരിശു നിലത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവം നടത്തി. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. 15 വർഷമായി തരിശായി കിടന്നിരുന്ന വയലാണ് കർഷകരുടെ കഠിനാധ്വാനത്തിൻ്റെയും ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ പിന്തുണയുടെയും ഫലമായി കൃഷിക്ക് ഉപയുക്തമാക്കിയത്. കൃഷിവകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടെ നടപ്പിലാക്കിയ കൃഷിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായവും ലഭിച്ചു. പനങ്ങാട് വയലിൽ നടന്ന കൊയ്ത്തുത്സവം ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദാമോദരൻ അധ്യക്ഷത വഹിച്ചു.
പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ, കോടോമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മിനി പി ജോൺ, ഡെപ്യൂട്ടി ഡയറക്ടർ രാഘവേന്ദ്ര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ വമ്പൻ പദ്ധതിയുമായി സ്പോർട്സ് സിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പദ്ധതിക്ക് മെയ് മാസത്തിൽ തുടക്കം കുറിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്മനാട് പഞ്ചായത്തിലെ ദേളിയിലാണ് പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളതെന്നും ഓപ്പൺ ഓഡിറ്റോറിയം, കൺവെൻഷൻ സെന്റർ, ഫുട്ബോൾ സ്റ്റേഡിയം, ക്രിക്കറ്റ് നെറ്റ്സ്, മൾട്ടി ഗെയിംസ് ഇൻഡോർ കോർട്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഓൾഡ് ഏജ് എൻ്റർടൈൻമെൻറ്റ് സെന്റർ, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, ഫാമിലി പാർക്ക്, ഫുഡ് കോർട്ട്, സ്കേറ്റിംഗ് ലോൺ, ടെന്നീസ് അക്കാദമി, സ്ത്രീകൾക്ക് മാത്രമായുള്ള സോൺ എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് 14 ഏക്കർ വിസ്തൃതിയുള്ള നിർദ്ദിഷ്ട സ്ഥലത്ത് വരുന്നതെന്നും ഉടമകൾ പറഞ്ഞു. 3 ഘട്ടങ്ങളിലായി പണി കഴിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കൺവെൻഷൻ സെന്റർ, ഓപ്പൺ ഓഡിറ്റോറിയം, ഫുട്ബോൾ സ്റ്റേഡിയം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, സ്ത്രീകൾക്ക് മാത്രമായുള്ള സോൺ, ഫുഡ് കോർട്ട് എന്നിവയാണ് നിർമ്മിക്കുന്നത്. 30 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവിനായി പ്രതീക്ഷിക്കുന്നതെന്നും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി 350-ൽ കൂടുതൽ പേർക്ക് നേരിട്ടും 150-ൽ കൂടുതൽ പേർക്ക് പരോക്ഷമായും ജോലി സാധ്യതകൾ ഒരുങ്ങുമെന്നും അധികൃതർ പറഞ്ഞു. കാസർഗോഡ് സ്പോർട്സ് സിറ്റി നമുക്ക് ഒരു 11s ഫിഫ മാനദണ്ഡത്തിനനുസരിച്ചുള്ള ഒരു 11s ഗ്രൗണ്ട് തന്നെ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ്. അതൊരു സ്റ്റേഡിയമാണ്, ഫുട്ബോൾ സ്റ്റേഡിയം. അത് 2 sevens, അത് 2 sevensന് മാറ്റി കഴിഞ്ഞാൽ 11s ചെയ്യാം. അതുപോലെ തന്നെ അത്യാധുനിക രീതിയിലുള്ള ഒരു കൺവെൻഷൻ സെന്റർ, ഓപ്പൺ ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്റർ നമ്മൾ ഇതിനകത്ത് തുടങ്ങാൻ പോകുന്നത്. അതാണ് അതിന്റെ വർക്കാണ് നമ്മൾ ഈ വരുന്ന മെയ് മാസത്തിൽ ആദ്യമായിട്ട് നമ്മൾ അതിന്റെ തറക്കല്ലിടാൻ പോകുന്നത്. കമ്പനി ചെയർമാൻ മൻസൂർ ബങ്കണ, വൈസ് ചെയർമാൻ അൻവർ സാദത്ത് NK, ഡയറക്ടർ ഫത്താഹ് ബങ്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നഗരത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി ആരോഗ്യ പരിരക്ഷാ കാർഡുമായി കാസർഗോഡ് പ്രൈം അൾട്രാസൗണ്ട് ക്ലിനിക് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലാബ്. കാർഡ് വഴി ഓട്ടോ ഡ്രൈവർമാർക്ക് പരിശോധനകളിൽ ഇളവുകൾ ലഭിക്കുമെന്നും ടെസ്റ്റുകൾ സൗജന്യ നിരക്കിൽ ചെയ്തു നൽകുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടാതെ കുറഞ്ഞ നിരക്കിലുള്ള വിവിധ ഹെൽത്ത് പാക്കേജുകളും ലഭിക്കും. സ്പെഷ്യലി ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായിട്ട് ഒരു പ്രിവിലേജ് കാർഡ് നമ്മൾ റിലീസ് ചെയ്യാണ്. പ്രിവിലേജ് കാർഡ് ഫ്രീ ആണ്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനായി ഇപ്പോൾ ഫസ്റ്റ് പ്രൈമറി ടാർഗറ്റ് അവർക്ക് മാസത്തിൽ 2 പ്രാവശ്യം ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാനും പ്രഷർ ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് അവർക്ക് ലൈഫ് ടൈം. പ്ലസ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത്. ഫ്യൂച്ചറിൽ നമ്മൾ വേറെ ഡിവിഷൻസ് കൂടി നമ്മൾ നോക്കും. വേറെ സെഗ്രേഷൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പ്രൈം അൾട്രാസൗണ്ട് ക്ലിനിക് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലാബ് ഫൗണ്ടർ ഡോക്ടർ K. തമ്പാൻ, മാനേജിംഗ് ഡയറക്ടർ K. അഖിൽ, PRO മധു വിജയൻ, തൈറോ കെയർ ഫ്രാഞ്ചൈസി AK വിനോദ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർഷകശ്രീ മിൽക്ക് സ്റ്റാഫ് സംഗമം ചെർക്കളയിലെ ഓഫീസിൽ നടന്നു. വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലോത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് ജാസിർ അലിയെ ആദരിച്ചു. മാസം തോറും നടത്തിവരുന്ന കർഷകശ്രീ മിൽക്ക് സ്റ്റാഫ് സംഗമം ചെർക്കളയിലെ ഓഫീസിൽ നടന്നു. വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലോത്ത് ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടത്തിയ കർഷകശ്രീ കസ്റ്റമേഴ്സ് മീറ്റിൽ വ്യത്യസ്ത മേഖലയിലുള്ളവരെ ആദരിച്ചിരുന്നു. അസൗകര്യം കാരണം അന്ന് ചടങ്ങിനെത്താതിരുന്ന കാസർഗോഡിൻ്റെ ജനകീയ ഡോക്ടറും EK നയനാർ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ മുഹമ്മദ് ജാസിർ അലിയെ സ്റ്റാഫ് സംഗമത്തിൽ ആദരിച്ചു. വിദ്യാനഗർ സബ് ഇൻസ്പെക്ടർ വിജയൻ മേലോത്ത് ആദരവേകി. 50 വർഷത്തോളമായി ബാങ്ക് കളക്ഷൻ ഏജന്റായി സേവനമനുഷ്ഠിക്കുന്ന നരസിംഹയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സംഗമത്തിൽ കർഷകശ്രീ മിൽക്കിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഡോക്ടർ മുഹമ്മദ് ജാസിർ അലി, ആമു സ്റ്റോർ, ഷെരീഫ് ചെർക്കള, സുധീർ, രജീഷ്, ജ്യോതി എന്നിവർ സംസാരിച്ചു. ജീവനക്കാർക്കുള്ള സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹിളാ കോൺഗ്രസ് കള്ളാർ മണ്ഡലം കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികൾ. കള്ളാർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരവാഹികൾ ചുമതലയേറ്റു. മഹിളാ കോൺഗ്രസ് കള്ളാർ മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി രജിത K പ്രസിഡന്റായും ശ്രീവിദ്യ സെക്രട്ടറിയായും പ്രിയ ഷാജി ട്രഷററായും ചുമതലയേറ്റു.
കള്ളാർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമേ പ്രസ്ഥാനം അതിന്റെ വളർച്ചയുടെ പാതയിലാകുള്ളൂ. അല്ലെങ്കിൽ ഉപ്പുവച്ച കലം പോലെ കുറെ കാലം കഴിയുമ്പോൾ ദ്രവിച്ച് കാലഹരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അതില്ലാത്ത ഒരു കള്ളാർ പഞ്ചായത്തിലെ മഹിളാ കോൺഗ്രസ് ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചത് തീർച്ചയായും നിങ്ങളുടെ പ്രസിഡന്റിന്റെയും കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും. ഒരു പ്രസിഡന്റ് വിചാരിച്ചാൽ മാത്രം ഒന്നും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മണ്ഡലം പ്രസിഡന്റ് രമ ബി അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കെപിസിസി അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ, കോൺഗ്രസ് കള്ളാർ മണ്ഡലം പ്രസിഡന്റ് എം സൈമൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ, മഹിളാ കോൺഗ്രസ് ബളാൽ ബ്ലോക്ക് പ്രസിഡന്റ് ലക്ഷ്മി തമ്പാൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ പ്രഭ, അനിത രാമകൃഷ്ണൻ, ബിൻസി, വനത്തടി മണ്ഡലം പ്രസിഡന്റ് രാധാ സുകുമാരൻ, മണ്ഡലം സെക്രട്ടറി വിദ്യാഗോപാലകൃഷ്ണൻ, ത്രേസ്യാമ്മ ജോസഫ്, പ്രിയ ഷാജി, രേഖ സി, ഗീത പി, വനജ ഐത്തു, സബിത, ലീല ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. പ്രേമാകൃഷ്ണൻ സ്വാഗതവും രജിത കെ നന്ദിയും പറഞ്ഞു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അലാമിപ്പള്ളിയിലെ കാഞ്ഞങ്ങാട് നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ ലേലം ചെയ്തു തുടങ്ങി. പടിഞ്ഞാറു ഭാഗത്തുള്ള കെട്ടിടത്തിലെ 22 മുറികളാണ് ലേലം ചെയ്തത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ലേല നടപടികൾ 24 വരെ തുടരും. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ വൈകിട്ട് 6 മണിവരെ നീണ്ട ലേലത്തിൽ കെട്ടിടത്തിലെ 22 മുറികളുടെ ലേലം ഉറപ്പിച്ചു. ചതുരശ്ര അടിക്ക് താഴത്തെ നിലയിൽ 35 രൂപയും ഒന്നാം നിലയിൽ 25 രൂപയും രണ്ടാം നിലയിൽ 20 രൂപയുമായി നിശ്ചയിച്ചാണ് ലേലം നടന്നത്. 10 മാസത്തെ അടിസ്ഥാന വാടക തുക കുറഞ്ഞ നിക്ഷേപമായി നിശ്ചയിച്ചാണ് ലേലം വിളി നടത്തിയത്. 2 ലക്ഷം മുതൽ 2.2 ലക്ഷം രൂപ വരെ തുകയ്ക്കാണ് മിക്ക മുറികളും ലേലം കൊണ്ടത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ലേല നടപടികൾ 24 വരെ തുടരും. തെക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള 2-3 നില കെട്ടിടങ്ങളിലായി 85 മുറികളാണുള്ളത്. ലേല നടപടികൾക്ക് നഗരസഭാ സൂപ്രണ്ട് വി അമിത, റവന്യൂ ഇൻസ്പെക്ടർമാരായ കെ പ്രമോദ്, ഇ നവീൻ, ക്ലർക്ക് എം സീമ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫോക്സ് ഫെസ്റ്റിന് വ്യാഴാഴ്ച തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരിയ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫോക്ലോർ മ്യൂസിയം ഒരുക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി 22 മുതൽ 24 വരെ തീയതികളിൽ ഫോക്ക് ഫെസ്റ്റ് 2024 പൊന്നാർ എക്സിബിഷൻ സംഘടിപ്പിക്കും. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. കേരളീയ ജീവിതത്തിന്റെ ഭാഗമായി പഴയകാല ഉപകരണങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങൾ, ശിലാലിഖിതങ്ങളുടെയും കലാരൂപങ്ങളുടെയും ഫോട്ടോകൾ, മലയാള സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാഹിത്യകാരന്മാരുടെ ഫോട്ടോകൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കുന്ന സ്റ്റാളുകൾ എന്നിവ പ്രദർശനത്തിന്റെ ഭാഗമാകും. കോളേജ് ഫോക്ലോർ ക്ലബ്ബ്, സാഹിത്യവേദി, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, കോളേജ് യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഫോക്ലോർ ക്ലബ്ബ് പ്രസിഡന്റ് എ കെ ചന്ദ്രിക, സാഹിത്യവേദി കോർഡിനേറ്റർ കെ വി രഞ്ജിത, സ്റ്റാഫ് അഡ്വൈസർ സി ഷിജിത്, പി അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നന്മ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനിലേക്ക് കലാകാരന്മാരുടെ മാർച്ച് നടത്തി. എഴുത്തുകാരൻ PVK പനയാൽ ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ കലാകാരന്മാർക്കും ക്ഷേമനിധി അംഗത്വം നൽകണമെന്നാവശ്യപ്പെട്ട് നന്മ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനിലേക്ക് കലാകാരന്മാരുടെ മാർച്ച് നടത്തി. ജില്ലകൾ തോറും കലാകാര സഹകരണ സംഘം രൂപവൽക്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. എഴുത്തുകാരൻ PVK പനയാൽ ഉദ്ഘാടനം ചെയ്തു. നന്മ ജില്ലാ പ്രസിഡന്റ് പിനാൻ നീലേശ്വരം അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KN കിപ്പേരി, KM ശ്രീധരൻ, അമ്മിണി ചന്ദ്രാലയം, ശോഭ ബാലൻ, കൂക്കൾ രാഘവൻ, T ശശിധരൻ, PC സുരേന്ദ്രൻ നായർ, രാജേഷ് തൃക്കരിപ്പൂർ, ജവഹർ മുരളി എന്നിവർ സംസാരിച്ചു. കോട്ടച്ചേരിയിൽ നിന്നും നടത്തിയ പ്രകടനത്തിന് ശിവരാജ് ആലുവ, ജനൻ കാഞ്ഞങ്ങാട്, ബാലകൃഷ്ണൻ ചെറുവത്തൂർ, വിജയൻ നീലേശ്വരം, യമുന K നായർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ പുതുതായി 1144 പേർക്ക് കൂടി വ്യാഴാഴ്ച പട്ടയ വിതരണം ചെയ്യും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് മടിക്കൈ 3 റോഡ് പ്രദേശവാസികൾ ആശ്വാസത്തിൽ. ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് വനത്തിൽ വിട്ടു. തൃക്കരിപ്പൂർ ആയിറ്റി തീരദേശ പാതയിൽ സ്കൂട്ടർ വൈദ്യുത തൂണിലിടിച്ച് അപകടം. നിർമ്മാണ തൊഴിൽ മേസ്ത്രി മരിച്ചു. പത്മശ്രീ സത്യനാരായണ ബളേരിയെ ജില്ലാ ഭരണകൂടം ആദരിച്ചു. സത്യനാരായണ ബളേരി സംരക്ഷിക്കുന്ന വിത്തുകൾ ഭക്ഷ്യോൽപാദനത്തിന് മുതൽക്കൂട്ടാണെന്ന് കളക്ടർ K ഇമ്പശേഖർ. പെരുമ്പ
കമ്പളക്കടവ് പാലത്തിലെ 14 സ്ട്രീറ്റ് ലൈറ്റുകൾ മെയ് തുറന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തുമിനാട് ജംഗ്ഷനിലെ നടപ്പാല നിർമ്മാണം. കരാറുകാരായ ULCC കമ്പനി അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.